എക്സ്പ്ലോർ തമിഴ്നാട് സീരീസിൻ്റെ 6ാമത്തെ എപ്പിസോഡിൽ മുതുമലയിൽ നിന്ന് മസനഗുഡി വഴി 36 ഹെയർപിനും കയറി ഊട്ടിയിലേക്കുള്ള ഒരു യാത്രയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വണ്ടർ ട്രിപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊച്ചിയിൽ നിന്ന് 3 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത യാത്ര മലപ്പുറം വഴി നാടുകാണി ചുരമൊക്കെ കയറി ഗൂഡല്ലൂർ വഴി നമ്മൾ മുതുമലയിലെത്തി. മുതുമലയിൽ നിന്ന് ഒരു ഫോറസ്റ്റ് സഫാരിയൊക്കെ എടുത്ത് ഒരു 11:30 ആയപ്പോഴാണ് നമ്മൾ ഊട്ടിയിലേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തത്. സഫാരിയൊക്കെ കഴിഞ്ഞു ഇവിടുന്ന് അത്യാവശ്യം ഫോട്ടോസൊക്കെ എടുത്തു. നേരെ പാർക്കിങ്ങിലേക്ക് പോയി വണ്ടി എടുത്ത് 100 മീറ്റർ മുന്നോട്ട് പോയിട്ട് റൈറ്റ് കട്ട് ചെയ്ത് മൈസൂർ ഊട്ടി ഹൈവേ കയറി വേണം നമ്മൾ മസനഗുഡിയിലേക്ക് പോകാൻ. ഇവിടുന്ന് ഏകദേശം 20 മിനിറ്റോളം എടുക്കും മസനഗുഡി എത്താൻ. ആ ഒരു റോഡ് കയറി കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ക്യാൻറ്റീനും സ്റ്റേയും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ മോയാർ നദി ക്രോസ് ചെയ്യണം. മോയാർ നദി ക്രോസ് ചെയ്യുന്നതോടെ നമ്മൾ വീണ്ടും ആനിമൽ സൈറ്റിംഗ് ഒക്കെ കിട്ടുന്ന ഫോറസ്റ്റിൻ്റെ അകത്തോട്ടെത്തും. പലപ്പോഴും ഈ വഴിയിലൂടെ പോകുന്ന ആൾക്കാർക്ക് കടുവേനെയും കരടീനെയും ഒക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റാറുണ്ട്. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കഴിയുന്നതോടെ മസനഗുഡി എന്ന് പറയുന്ന ആ മനോഹരമായ കാടിൻ്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രാമം എത്തും. മുന്നോട്ട് പോകുമ്പോൾ ധാരാളം ജീപ്പ് ഡ്രൈവേഴ്സ് നമ്മൾ വണ്ടിക്ക് കൈ കാണിക്കും. നമുക്ക് ഈ ഒരു മസനഗുഡി ഒന്ന് കറങ്ങി കാണണം, ഇവിടുത്തെ സ്ഥലങ്ങളൊന്നും എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഇവരെ കൂടെ ഒരു 1 അവർ സ്പെൻഡ് ചെയ്യാനാണ്. ഒരു ജീപ്പിന് ഏകദേശം 1500 മുതൽ 2000 ആയിരിക്കും റെന്റ് പറയുന്നത്. പക്ഷേ ആ ഒരു എമൗണ്ടിന് വെർത്തായിരിക്കും. നമുക്ക് ഇവരെ കയ്യിൽ സേഫായിട്ട് വണ്ടി ഏൽപ്പിച്ചിട്ട് നമുക്ക് ഇവരെ കൂടെ കയറി നമുക്കൊന്ന് കറങ്ങിയിട്ടൊക്കെ വരാൻ പറ്റും. നമ്മളിപ്പം നേരെ പോകുന്നത് ഊട്ടിയിലേക്കാണ്. മസനഗുഡി എത്തുമ്പോൾ തോറും നമുക്ക് കാണാൻ പറ്റും ഇവിടെയൊന്നും പഴയ പോലെയല്ല, കുറേയൊക്കെ ഡെവലപ്പായി, പെട്രോൾ പമ്പുകളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ അതൊക്കെ ക്രോസ് ചെയ്ത് പോയി വീണ്ടും ഫോറസ്റ്റിനകത്തോട്ട് കയറുകയാണ്. പോകുന്ന വഴിക്ക് ധാരാളം പശുക്കളെ നമുക്ക് കാണാൻ പറ്റും. എന്തുകൊണ്ട് ഈ കാടിൻ്റെ നടുകളിൽ ഇത്രയും കന്നുകാലികളെ നമുക്ക് കാണാൻ കഴിയുന്നു എന്ന് അറിയണമെങ്കിൽ ഇവിടുത്തെ ചരിത്രം അറിയണം. ഇരുള ട്രൈബിൽ പെടുന്ന ആളുകളായിരുന്നു ഇവിടുത്തെ ജനങ്ങൾ. പണ്ട് കാലത്ത് ചോളന്മാരുടെ നൈറ്റ് സോൾജേഴ്സ് എന്നൊക്കെ അറിയപ്പെടുന്ന ഇവിടുത്തെ ജനങ്ങളെയാണ്. പിന്നീട് ചോളന്മാരുടെ കാലശേഷം ഇവർ കൃഷിയും കന്നുകാലി വളർത്തലും ഒക്കെ ആയിട്ട് ഒതുങ്ങിപ്പോയി. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ധാരാളം ഹണ്ടിങ് സ്റ്റോറീസിൽ ഇവിടുത്തെ പല സ്ഥലങ്ങളെയും പേരുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. പ്രത്യേകിച്ച് കെന്നത്ത് ആൻഡർസൻ്റെ ഒക്കെ ബുക്ക് വായിച്ചവർക്ക് അറിയാൻ പറ്റും. ഈ ഒരു ട്രൈബിൻ്റെ പവർഫുൾ ആയിട്ടുള്ള ഒരു ദേവിയാണ് മാസാനെ അമ്മൻ. ആ ഒരു ദേവിയുടെ പേരിലാണ് മസനഗുഡി എന്ന പേര് വന്നത്. പക്ഷേ ഇപ്പോൾ ഈ കാടിൻ്റെ നടുവിൽ കന്നുകാലികൾ മാത്രമല്ല, കഫേ കോഫിയുടെ വരെ കാണാൻ പറ്റും. അത്യാവശ്യം വേണ്ടുന്ന ടോയ്ലറ്റും വാഷ്റൂം ഫെസിലിറ്റിയും ഒക്കെ ഈ ഒരു കാടിൻ്റെ നടുവിലുണ്ട്. ആ കാണുന്ന നീല ബിൽഡിംഗ് അതിനുള്ളതാണ്. മുന്നോട്ട് പോകുന്തോറും ആ കോടയിൽ മൂടിക്കിടക്കുന്ന നീലഗിരി മലകൾ കാഴ്ചകൾക്ക് കൂടുതൽ ഭംഗി കൂട്ടും. ഈ ഒരു സ്ഥലം ഭയങ്കര ഫെമിലിയർ ആയിരിക്കും. മസനഗുഡി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ റീൽസിലും ഈ ഒരു സ്ഥലം ഇല്ലാണ്ടിരിക്കില്ല. ഇത് കഴിയുന്നതോടെ നമ്മൾ പതിയെ ഊട്ടിയിലേക്കുള്ള 36 ഹെയർപിൻ ബെൻഡ് കയറി തുടങ്ങുകയാണ്.
10-15 ഹെയർ പിന്നൊക്കെ കയറി കഴിഞ്ഞപ്പം നമുക്കും വണ്ടിക്കും ചെറിയൊരു ബ്രേക്ക് വേണം തോന്നിയപ്പം ഇവിടെ അടുത്തുള്ളൊരു കടയിൽ നിർത്തി നല്ലൊരു ഫിൽറ്റർ കോഫിയൊക്കെ കുടിച്ചു. ഊട്ടിയിലേക്ക് അടുക്കും തോറും ക്ലൈമറ്റൊക്കെ മാറി നല്ല തണുപ്പൊക്കെ ഫീൽ ചെയ്ത് തുടങ്ങി. ധാരാളം പൂക്കളൊക്കെ കണ്ടു തുടങ്ങി. ശരിക്കും മുതുമലയിൽ നിന്ന് മസനഗുഡി വഴി 36 ഹെയർ പിന്നും കയറി ഊട്ടിയിലേക്കുള്ളൊരു യാത്ര വേറെ ഫീലാന്ന് പറയുന്ന ഒരു സത്യം തന്നെയാണ്. യാത്രനെ സ്നേഹിക്കുന്ന എല്ലാവരും ഒരിക്കലെങ്കിലും ഈ ഒരു ട്രിപ്പ് എക്സ്പീരിയൻസ് ചെയ്യണം. പതിയെ നമ്മൾ ഊട്ടിയിലെത്തി. ഊട്ടിയിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ പുതിയൊരു എപ്പിസോഡുമായിട്ട് വരും. എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.